അസ്സലാമലൈക്കും അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇത്തഖുല്ലാഹ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാവർക്കും അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും സദാ സമയം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം തന്നെ ദൈവത്തിന്റെ രക്ഷ, ഈശ്വരന്റെ രക്ഷ എല്ലാവർക്കും എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണത്. നമ്മളെ അമുസ്ലിം സഹോദരിമാരുള്ളത് കൊണ്ട് പറയാണ്, നിങ്ങൾക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കുറച്ച് സമയം ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അക്ബർ ചക്രവർത്തിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ബീർബൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെ ഈ അക്ബർ ചക്രവർത്തിയും ബീർബലും ഒരു ദിവസം നായാട്ടിന് വേണ്ടി പുറത്തേക്ക് പോയി. അങ്ങനെ അവര് കാട്ടിലെത്തിയപ്പോ അക്ബർ ചക്രവർത്തിയുടെ കയ്യില് അദ്ദേഹത്തിന്റെ വാള് തട്ടിയിട്ട് കുറച്ച് മുറിയായി. അപ്പൊ ഇത് കണ്ടപ്പോ ബീർബൽ പറഞ്ഞു, എല്ലാം നല്ലതിനായിരിക്കും. അപ്പൊ രാജാവിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. കാരണം കയ്യിന് നല്ലൊരു മുറി വെച്ചിട്ട് മന്ത്രി പറഞ്ഞെന്താണ്, എല്ലാം നല്ലതിനായിരിക്കും. അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു. അദ്ദേഹം എന്തു ചെയ്തു പറയാം, ബീർബലിനെ അവിടെ ഒരു പൊട്ടങ്കിണറില്ലേ, ആ പൊട്ടക്കിണറ്റിൽ ഒറ്റ തള്ളല്. അങ്ങനെ ബീർബല് കിണറ്റിന് വീണു. അങ്ങനെ രാജാവ് നായാട്ടിന് വേണ്ടി വീണ്ടും പുറപ്പെട്ടു, ഒറ്റക്ക പോണത്. പോയി ഒരു സ്ഥലത്തേക്ക് നിൽക്കുമ്പോ അവിടെ ഉണ്ടായിരുന്ന കാട്ടുജാതിക്കാരായിട്ടുള്ള ആളുകള് ഇദ്ദേഹത്തെ പിടിച്ചിട്ട് അവരെ പരിപാടി ശരിക്കും കുളിപ്പിച്ചു, വൃത്തിയാക്കി. അക്ബർ ചക്രവർത്തിനെ, അവർക്കറിയില്ല അക്ബറാണെന്നൊന്നും, അക്ബർ ചക്രവർത്തിനെ അവര് എന്ത് ചെയ്തു, ബലി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അറുത്ത് കൊല്ലാൻ വേണ്ടി, ഇതുപോലെ ദേവിയുടെ പ്രീതിക്ക് വേണ്ടി കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഏകദേശം ഇതിന്റെയൊക്കെ കർമ്മത്തിന് വേണ്ടി ഇങ്ങനെ ഒരുങ്ങുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ആള് പറഞ്ഞു, ഇദ്ദേഹത്തെ ഈ പണിക്ക് പറ്റില്ല, ഇദ്ദേഹത്തെ ബലി കൊടുക്കാൻ പറ്റൂല. എന്താ കാരണം, അദ്ദേഹത്തിന്റെ കൈമേലൊരു മുറിവുണ്ട്. അപ്പൊ ന്യൂനതയുള്ള ആളുകളെ പറ്റൂല എന്നുള്ളതാണ്. അങ്ങനെ എന്ത് ചെയ്തു, അക്ബർ ചക്രവർത്തിനെ എന്ത് ചെയ്തു, ആ ബലി കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി. അപ്പൊ ബീർബൽ പറഞ്ഞത് അക്ബർ ഇങ്ങനെ ഓർത്തു. അക്ബർ എന്താ പറഞ്ഞിരുന്നു, അല്ല അക്ബറിനോട് എന്താ പറഞ്ഞത്, എല്ലാം നല്ലതിനാണെന്നല്ല പറഞ്ഞത്. അപ്പൊ അതിനെ ആലോചിച്ചെന്താ അറിയാ, ആ വാളുമന്റെ തല തട്ടി എന്റെ കയ്യെങ്ങാനും മുറിവ് പറ്റിയിട്ടില്ലായിരുന്നു എങ്കിൽ ഇന്ന് ഞാന് ഇവരുടെ ബലികർമ്മത്തിന് വേണ്ടി ഞാൻ വിധേയമാവും. അപ്പൊ ബീർബൽ പറഞ്ഞത് വളരെ ശരിയാണ്. അങ്ങനെ വീണ്ടും അക്ബർ ബീർബലിന്റെ അടുത്തേക്ക് വരികയാണ്. അല്ല, ബീർബൽ ഇപ്പൊ എവിടെയാണ്, പൊട്ടങ്കണ്ടിൽ നിൽക്കാണ്. അങ്ങനെ ബീർബലിനെ രക്ഷപ്പെടുത്തി അക്ബർ ചക്രവർത്തി രക്ഷപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഉണ്ടായ സംഭവം പറഞ്ഞു. ഞാനിങ്ങനെ പോയി ഇങ്ങനെ കാട്ടുജാതിക്കാരനെ പിടിച്ചു, കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോഴാണ് ഇങ്ങനെ കൈമ മുറിവെച്ചിട്ട് എന്നെ പറ്റൂല എന്ന് പറഞ്ഞത്. അപ്പൊ ഈ സംഭവം പറഞ്ഞപ്പോ ഇയാൾ ബീർബൽ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല അതാണ് എല്ലാം നല്ലതിനാന്ന് പറഞ്ഞത്. അപ്പൊ എന്നെ തള്ളിയിട്ടോ ചോദിച്ചു. അപ്പൊ എന്നെ തള്ളിയിട്ടോ നന്നായി. കാരണം എന്താ, എന്നെ തള്ളിയിട്ടില്ലായിരുന്നു, എന്നെ ഈ കിണറ്റിൽ തള്ളിയിട്ടിട്ടില്ലായിരുന്നു എങ്കിൽ ഞാനും താങ്കളും കൂടിയാണ് ഈ കാട്ടുജാതിക്കാരത്തേക്ക് പോവുക. അപ്പൊ നിങ്ങളെ അവര് ന്യൂനത ഉള്ളത് കൊണ്ട് ഒഴിവാക്കും, അവസാനം എന്നെ പിടിച്ചിട്ട് അറക്കുന്നതാണ്. ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളൊരു കഥ ഉണ്ട്, ഒരു പാഠമുണ്ട്. ജീവിതത്തിൽ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും. നമ്മളെല്ലാവരും അനുഭവിക്കുന്നത്, നിങ്ങൾ മാത്രമാണ് നിങ്ങൾ വിചാരിക്കരുത്. പല തരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാവും. പക്ഷെ ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മുടെ കാഴ്ചപ്പാട് എന്തായിരിക്കണം, എല്ലാം നല്ലതിനാണ് എന്നുള്ള ഒരു ചിന്താഗതി. ബീർബൽ പറഞ്ഞതുപോലെ എല്ലാം നല്ലതിനാണ് അല്ലേ. ബീർബലിന് പറഞ്ഞത് എന്താണ്, കയ്യിൽ മുറിവെട്ടിയപ്പോ പറഞ്ഞു നല്ലതിനാണ്. ഇദ്ദേഹം കിണറ്റിൽ ചാടിയപ്പോഴെന്താ പറഞ്ഞത്, നല്ലതിനാണ്. സംഗതി പിന്നീട് തെളിയിപ്പെടുക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട നമ്മളെ പല ആളുകളും നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും.
ഒക്കെ ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വല നബിലുവന്നക്കും ബിശൈഇൻ ഖൗഫ് വൽജൂഅ്, തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വിശ്വാസികൾ എന്ന നിലക്ക്, മനുഷ്യന്മാരെന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ജീവിതത്തിൽ എന്നും നമുക്ക് ആർക്കും സുഖം ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും സുഖമാണ് എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ടാവും നമ്മളെ കാഴ്ചപ്പാടില്ല. പക്ഷെ അവർക്കും ജീവിതത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടാവും, മാനസിക പ്രയാസങ്ങളുണ്ടാവും, വേറെ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇതുണ്ട്. അപ്പൊ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ തരത്തിലുള്ള പരീക്ഷണങ്ങൾ. ഇപ്പൊ നോക്കൂ, നിങ്ങളെ തെക്കൻ ജില്ലയിൽ ഇപ്പൊ വലിയ ദുരന്തം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ ആളുകൾ ഇല്ലേ ഉറങ്ങിക്കിടക്കും, നിങ്ങളെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. ഉറങ്ങിക്കിടക്കുമ്പോ ഇത് അമ്മയുടെ കൂടെ ഉമ്മയുടെ കൂടെ കിടക്കുന്ന കുട്ടികള് അവരുടെ അന്വേഷണ സംഘങ്ങൾ പോയിക്കാണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി ചെല്ലുന്ന എന്താ കാണേണ്ട കാഴ്ച? സ്വന്തം കുട്ടിയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന, രണ്ട് കുട്ടികളെ ഒപ്പം കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഉമ്മമാരുടെ ചിത്രം നമ്മൾ പത്രത്തിൽ വായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രയാസമുണ്ട്. ആ ഉമ്മയുടെ അമ്മയുടെ പ്രയാസങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ, നമ്മുടെ മനസ്സുകളിൽ ഒരിക്കലും എന്ത് തോന്നാൻ പാടില്ല, ദൈവം എന്നെ ഇങ്ങനെ ആക്കിയല്ലോ, പടച്ചോ ഇന്നെ ഇങ്ങനെ ആക്കിയല്ലോ എന്ന് നമ്മൾ ഒരിക്കലും ഒരു നിരാശ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ജീവിതത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. കാരണം എല്ലാവർക്കും പ്രയാസം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, നമ്മളെക്കാൾ എത്രയോ നല്ല മനുഷ്യന്മാര്. ആ മനുഷ്യന്മാരെ അല്ലാഹു തആല ഓരോ തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കി എന്തിനാ? പ്രവാചകന്മാരൊക്കെ തിരഞ്ഞെടുത്തത് എന്തിനാ? അവർക്ക് വിശ്വാസമില്ലാത്തല്ലോ. നല്ല മനുഷ്യന്മാരെയാണ് അല്ലാഹു തആല കൂടുതൽ പരീക്ഷിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ തളരാൻ പാടില്ല. എല്ലാം നല്ലതിനാണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകും. നമ്മൾ നമ്മളെ മാനസികമായ മനസ്സുകൊണ്ട് നമ്മൾ ഉറപ്പുവരുത്തണം, അല്ലാഹു നമ്മളെ കൈവിട്ടിട്ടില്ല എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമായി നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഇത് നമുക്കുണ്ട്. ഏത് പ്രയാസങ്ങളും എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ല മതി, ദൈവം മതി, ഈശ്വരൻ മതി. അതിന് എന്തെങ്കിലും ഒരു മാർഗം നമുക്ക് തുറന്നു തരും. നിങ്ങൾ പതരരുത്. സൂചിപ്പിക്കാനുള്ളതാ, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും പ്രധാനമാവില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാളെ കുറിച്ച് കേട്ടു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന് പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പന്തൽ വർക്കായിരുന്നു. പന്തൽ കെട്ടി കൊടുക്കുക കല്യാണത്തിനും മറ്റൊക്കെ. അങ്ങനെ കല്യാണത്തിന് പന്തൽ കിട്ടുന്ന സമയത്ത്, ആ പന്തലിന് മുകളിൽ കിട്ടുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ വീണിട്ട് നട്ടെല്ല് തകർന്നു. നട്ടെല്ല് തകർന്നാൽ നിങ്ങൾക്കറിയാം സ്വാഭാവികമായിട്ട് എന്താണ് ഉണ്ടാകുന്നത്. കഴുത്തിന്റെ താഴെ ചലനം ഉണ്ടാവില്ല, ഒന്നും അറിയില്ല. കൈയൊന്ന് ഇറക്കാൻ കഴിയില്ല, കാലൊന്നും ഇറക്കാൻ കഴിയില്ല, കിടക്കുന്നതൊന്നും ചെരിഞ്ഞ് കിടക്കാൻ കഴിയില്ല. ആ കിടക്കണ അവിടെ തന്നെ കിടക്കുക. ആ ചെറുപ്പക്കാരന്റെ ചിത്രം എന്താന്ന് അറിയുന്നത്? അദ്ദേഹം കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ടില്ലായിരുന്നു. 56 ദിവസമായിട്ടുള്ളൂ. 56 ദിവസം. ബാത്റൂമിക്ക് പോകാൻ കഴിയില്ല. നിങ്ങള് നട്ടല് തകർന്ന ആളെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഇവിടുന്ന് മാത്രം, ഇവിടുന്ന് ഇങ്ങനെ കണ്ണും അതുപോലെ തന്നെ വായൊക്കെ ഇങ്ങനെ ഇളവും, സംസാരിക്കാൻ പറ്റും. ഇവിടുന്ന് മറ്റും ഒന്നുമില്ല, കംപ്ലീറ്റ് ചലനം മറ്റേ കിടക്കുക. അങ്ങനെ 56 ദിവസം കല്യാണം കഴിച്ചായിട്ടുള്ളൂ. അപ്പൊ ഇയാള് പറഞ്ഞു, ഈ ഭാര്യനോട് പറഞ്ഞു, നീ വേറൊരു കല്യാണം വെച്ച് പോയിക്കോ. ഇതൊരു കഥ പറയല്ലോ കേട്ടോ, ഉണ്ടായ ഒരു യാഥാർത്ഥ്യങ്ങളെന്ന് പറയാണ്. നീ വേറെ കല്യാണം വെച്ച് പോയിക്കോ, എന്റെ ജീവിതം ഇങ്ങനെയായി പോയി. ഇനി ഒരിക്കലും തന്നെ ഒരു കുടുംബജീവിതം നയിക്കാൻ എനിക്ക് സാധിക്കൂല, എന്നെ അനങ്ങാൻ കഴിയില്ല. പക്ഷെ ആ പെൺകുട്ടി എന്താ പറഞ്ഞത് അറിയോ? ആ പെൺകുട്ടി പറഞ്ഞു, 56 ദിവസമാണെങ്കിലും എനിക്ക് താങ്കൾ മതി. 15 വർഷമായിപ്പോ ആ ഒരു സഹോദരിയുടെ, ആ ഒരു ഭാര്യയുടെ അവസ്ഥകൾ ആലോചിച്ച് നോക്കി. അങ്ങനെ ഒരു അനുഭവം നമുക്കാർക്കും ഉണ്ടായില്ലല്ലോ. നിങ്ങൾ ആലോചിക്കാൻ, നമുക്ക് 1 2 ഒക്കെ കുട്ടികൾ നളിയതിനു ശേഷമായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ നമ്മുടെ ഇവിടെ പറയാൻ. അപ്പൊ ആ സഹോദരന്റെ ഒരു അവസ്ഥ, അപ്പൊ ഇങ്ങനെ നമ്മൾ ചിന്തിക്കണം. നമ്മളെക്കാൾ എത്രയോ ഇടങ്ങേറുണ്ടാവുന്ന ആളുകള് നമ്മളൊക്കെ മനസ്സിലുണ്ടാകുന്നതാരോ, ഞാനാണ് ലോകത്ത് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്. ഒരിക്കലും ശരിയല്ല. നിങ്ങളൊക്കെ അൽഹംദുലില്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ഇങ്ങോട്ട് നടന്നു വരാൻ സാധിച്ചു ഇല്ലേ? നടന്നു വരാൻ സാധിച്ചു, അല്ലെങ്കിൽ വണ്ടിയിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ സാധിച്ചു. എത്ര സഹോദരന്മാരുണ്ട് നടക്കാൻ കഴിയാത്ത ആളുകൾ, എത്ര സഹോദരന്മാരുണ്ട്.
ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധിക്കാത്ത എത്രയോ ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. ശരിയല്ലേ? അപ്പൊ അവരെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. അപ്പൊ നമ്മൾ എത്രയോ അനുഗ്രഹം. ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഇളച്ചനായിട്ട് വരും. ഇളച്ചനോ മൂത്തച്ഛനോ അസ്മാ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിന്റെ സഹോദരിയാണ് അസ്മാ റളിയല്ലാഹു അൻഹ. അസ്മാ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് ഉർവ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ ഉർവക്ക് റളിയല്ലാഹു അൻഹക്ക് എന്ത് സംഭവിച്ചറിയ? കാലിന് ചെറിയൊരു മുറിവ്. ആ മുറിവുണ്ടായപ്പോ അപ്പൊ ആ സുഹൃത്തുക്കളെ വരുമ്പോ അദ്ദേഹം പറയുന്നതായി അൽഹംദുലില്ലാഹ്, ദൈവത്തിന് സ്തുതി, പടച്ചവന് സ്തുതി എന്നായിരുന്നു അദ്ദേഹം പറയുന്നത്. എന്താ കാരണം? അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2 കൈ ദൈവം തന്നിട്ടുണ്ട്, പടച്ചവൻ തന്നിട്ടുണ്ട്, 2 കാലും തന്നിട്ടുണ്ട്. ഇതുവരെ 2 കാലും ഇത് 2 കൈ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാല് മാത്രമല്ല എന്നോട് പടച്ചവൻ ചോദിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ എനിക്കുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് സ്തുതി, ദൈവത്തിന് സ്തുതി. ഈ സമയത്ത് തന്നെ അദ്ദേഹത്തിന് വേറൊരു ദുരന്തം കൂടി സംഭവിച്ചു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. കുടുംബത്തിൽ തന്നെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ മരിക്കുന്നു, ഇഷ്ടപ്പെട്ട ആളുകൾക്ക് രോഗം വരുന്നു, കുറച്ച് കഴിയുമ്പോൾ വേറെ ആൾക്ക് പ്രയാസങ്ങൾ വരുന്നു. ഈ വരുന്ന സമയത്തൊക്കെ നമുക്കുണ്ട്. അങ്ങനെ ഉർവാദില്ലാവുന്ന ഇങ്ങനെ കാല് മുറിച്ച് കറക്കാണ്. അദ്ദേഹത്തിന്റെ ചെറിയൊരു മകൻ ഉണ്ടായിരുന്നു, മുഹമ്മദ് എന്ന ആ കുട്ടിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഒരു ഒട്ടകം, ഈ ഉർവയുടെ ഒട്ടകം തന്നെ എന്ത് ചെയ്തു? ഒരു ചവിട്ട്. ഈ ചവിട്ടിൽ ഈ കുട്ടി മരിച്ചു. ഒട്ടകത്തിന് ചവിട്ടിയിട്ട് ഈ കുട്ടി മരിച്ചു. അപ്പൊ ഈ വിവരം ഇദ്ദേഹത്തോട് പറയണല്ലോ. ഇദ്ദേഹം വീട്ടിന്റെ ഉള്ളിൽ കിടക്കാണ്, കാരണം കാലം മുകളിൽ പുറത്ത് ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ വേറെ ഒരു സഹാബി ചെന്നോട് പറഞ്ഞു, സുഹൃത്ത് വീടുകൾ പറഞ്ഞു, ഇങ്ങനെ വേറെ 4 കുട്ടികളുണ്ട് അദ്ദേഹത്തിന്, താങ്കളുടെ ചെറിയ മോൻ ഒട്ടകത്തിന് ചവിട്ടേറ്റ് മരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് സ്തുതി. നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ? ബീർബൽ പറഞ്ഞ പോലെ എല്ലാം നല്ലതിനാണെന്നുണ്ടേ. അദ്ദേഹം പറയുന്നത് അള്ളാഹുവിന് സ്തുതി, ദൈവത്തിന് സ്തുതി. ആ മനസ്സുകളാണ്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് 4 മക്കളെ പടച്ചവൻ തന്നു, 4 മക്കളെ ദൈവം തന്നു, പടച്ചവൻ തന്നു. അതിലൊരു കുട്ടിയെ മാത്രമല്ലേ പടച്ചവൻ തിരിച്ചു വെച്ചിട്ടുള്ളൂ, ബാക്കി 3 കുട്ടികൾ എനിക്കില്ലേ. അതുകൊണ്ടാണ് ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിൽ ഇങ്ങനെയാണ് നമ്മുടെ വീക്ഷണം ഉണ്ടാകേണ്ടത്, നമ്മുടെ ചിന്ത ഉണ്ടാകേണ്ടത് ഇങ്ങനെയാണ്. നഷ്ടപ്പെട്ടതിനെ കുറിച്ചല്ല നമ്മൾ ആലോചിക്കേണ്ടത്, ഉള്ളതിനെ കുറിച്ചാണ്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ വീട്. നിങ്ങൾ ആലോചിച്ച് സ്വന്തമായി വീടില്ലാത്ത ഒരുപാട് പാവങ്ങളുണ്ട്. അപ്പൊ ഇതിനുള്ള അധിക ആളുകളുടെ വീടുകൾ ഞങ്ങൾ പോയി കണ്ടവരാണ്. അൽഹംദുലില്ലാഹ്, നമ്മളതൊക്കെ ചിന്തിക്കണം. ഇങ്ങനെയെങ്കിലും ഒരു വീട് നമുക്ക് നൽകിയില്ലേ? വാടകയ്ക്ക് വീട് താമസിക്കുന്ന ആളുകളുണ്ട്, ചെറിയ ഷെഡ് കെട്ടിയിട്ട് അതിൽ താമസിക്കുന്ന ആളുകളുണ്ട്. പ്രായപൂർത്തിയായ മക്കളെ, പെൺകുട്ടികളൊക്കെ എവിടെ വളർത്തും കിടത്തും എന്നറിയാത്ത പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ഇങ്ങനത്തെ ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അല്ലാപ്പോ പടച്ച തമ്പുരാൻ ദൈവം അള്ളാഹു നമ്മളെ കൈവച്ചിട്ടില്ല. അള്ളാഹുവിന് നമ്മളോട് നല്ല സ്നേഹമുണ്ട്, ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ആ റബ്ബ് നമ്മളെ കൈവയ്ക്കുകയില്ല, അവൻ നമ്മളെ സഹായിക്കും. അത് അള്ളാഹുവിന്റെ സഹായം നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലൂടെയായിരിക്കും അള്ളാഹു നമുക്ക് നൽകുന്നത്. അപ്പൊ ആ അള്ളാഹുവിൽ നമ്മൾ ശുക്ർ ചെയ്തുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അജബല്ലി അംദിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം മഹാ അത്ഭുതമാണ്. മഹാ അത്ഭുതം. എന്താ കാരണം? നമുക്കെന്തെങ്കിലും ഒരു നല്ല കാര്യം സന്തോഷിക്കാനുള്ളൊരു വക ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹുവിനോട് നമ്മൾ നന്ദി പറയും, ശുക്ർ നമ്മൾ വാങ്ങിച്ചു. അള്ളാഹിനെ സ്തുതിക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, ഇത്ര കിട്ടിയല്ലോ, നല്ലൊരു ഭക്ഷണം കിട്ടി, നല്ലൊരു വസ്ത്രം കിട്ടി, നല്ലൊരു വേറെന്തെങ്കിലും നമുക്ക് കിട്ടി, എന്ത് നമുക്ക് കിട്ടിയാലും നമ്മൾ ഈ എന്തെങ്കിലും നമുക്ക് കിട്ടാതെ നമ്മൾ അള്ളാഹുവിനെ പ്രയാസപ്പെടുത്തുകയാണെങ്കിലോ സ്വബറ, അപ്പൊ നമ്മൾ ക്ഷമിക്ക. അത് വലിയ ഒരു ആയുധമാണ്. നമ്മൾ സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ മഅ സാബിരീൻ, ക്ഷമാലുക്കളുടെ കൂടെയാണ് പടച്ചോന്ന. ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും. ഈ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും തളരാതെ പിടിച്ചു നിൽക്കാനുള്ള ഊർജവും ഈമാനും ശക്തിയും നമ്മുടെ മനസ്സിലുണ്ടാകണം. നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ പോകും, നമ്മളും പോവും. അപ്പൊ ഇന്ന് നമ്മളൊരു സഹോദരൻ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്കറിയാം.
നമ്മളാരും ഇവിടെ ശാശ്വതരല്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഈ ലോകത്തുനിന്ന് പോകും. അപ്പൊ ആ സമയത്ത് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ സമുദായത്തിന് നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ തയ്യാറാകാം. നമ്മൾ ജീവിക്കാൻ, ഞാനിവിടെ ജീവിക്കേണ്ടതുണ്ട്, അത് എന്റെ മക്കൾക്ക് വേണ്ടി, എന്റെ സമൂഹത്തിന് വേണ്ടി എന്നുള്ള ഒരു ചങ്കുറപ്പോടുകൂടി, മാനസികമായ ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്ന് മാത്രമാണ് നമുക്ക് നൽകാനുള്ള ചെറിയൊരു പാഠം. കൂടുതൽ പറയാനുള്ളത്